UGC നെറ്റ് പേപ്പർ 2 സൈക്കോളജി ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ ഡാഷ് വാലിഡിറ്റി ദ ക്രൈറ്റീരിയൻ മെഷർ ആർ ഒബ്റ്റൈൻഡ് അറ്റ് അപ്രോക്സിമേറ്റ്ലി the same time ഈസ് ദ ടെസ്റ്റ് സ്കോർ. അതായത് വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വാലിഡിറ്റി, ടൈപ്സ് ഓഫ് വാലിഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. അതിൽ ഈ താഴെ പറയുന്ന ഏത് വാലിഡിറ്റിയാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞ വാലിഡിറ്റി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ എല്ലാ വാലിഡിറ്റിയും ഒന്ന് നോക്കാം. ഓക്കെ, വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? വാലിഡിറ്റി അതുപോലെ തന്നെ റിലയബിലിറ്റി എന്ന് പറഞ്ഞ രണ്ട് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടും റിസർച്ചിൻ്റെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് വാലിഡിറ്റി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. വാലിഡിറ്റി ആണെങ്കിലും റിലയബിലിറ്റി ആണെങ്കിലും ഇത് റിസർച്ചിൻ്റെ ക്വാളിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, അഷ്വർ ചെയ്യുന്നത്. ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാലിഡിറ്റിയും റിലയബിലിറ്റിയും ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. നമുക്കിതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഓരോന്നും നമുക്കൊന്ന് നോക്കാം. ഇവിടെ രണ്ട് കൺസെപ്റ്റുകളുണ്ട്, വാലിഡിറ്റി ഉണ്ട്, റിലയബിലിറ്റി ഉണ്ട്. റിലയബിലിറ്റിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ഡിസ്കസ് ചെയ്യാം. വാലിഡിറ്റി നമുക്ക് നോക്കാം. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ റിസർച്ചിലൂടെ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിസർച്ച് എന്താണ്, വാലിഡ് ആണ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, എന്താണ് നമ്മൾ, അതായത് വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ, എന്താണ് ഗവേഷകൻ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, പ്രധാനമായിട്ടും 4 തരത്തിലുള്ള വാലിഡിറ്റികളുണ്ട്. ഓക്കെ, ഓരോന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് ടൈപ്സ് ഓഫ് വാലിഡിറ്റിയാണ് പറയുന്നത്. വാലിഡിറ്റി, ഓക്കെ, ടൈപ്സ് ഓഫ് വാലിഡിറ്റി. പ്രധാനമായും 4 തരത്തിലുള്ള ടൈപ്സ് ഓഫ് വാലിഡിറ്റി ഉണ്ട്. അതിലൊന്നാണത് കണ്ടൻറ്റ് വാലിഡിറ്റി. ഇപ്പുറത്ത് തന്നെ എഴുതി വെക്കാം. ഓക്കെ, ഇവിടെ എഴുതി വെക്കാം. ടൈപ്സ് ഓഫ് വാലിഡിറ്റി, ഒന്ന് കണ്ടൻറ്റ് വാലിഡിറ്റി. രണ്ടാമതാണെന്ത്, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി. മൂന്നാമതാണ് ഈ ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റിയിൽ 2 തരത്തിലുള്ള സബ് ടൈപ്പുകളുണ്ട്. അതിലൊന്നാണെന്ത്, പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. മറ്റൊന്നാണ് കൺകറൻറ്റ് വാലിഡിറ്റി. പിന്നെ മൂന്നാമത്തെ വാലിഡിറ്റിയാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. നാലാമത്തെ വാലിഡിറ്റിയാണ് ഫേസ് വാലിഡിറ്റി. ഇങ്ങനെ 4 തരത്തിലുള്ള വാലിഡിറ്റികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതെന്താണ്, ടൈപ്സ് ഓഫ് വാലിഡിറ്റി ആണ് കേട്ടോ. ഈ ടൈപ്സ് ഓഫ് വാലിഡിറ്റിയിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ വാലിഡിറ്റിയും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കാം. ഫസ്റ്റ്
കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റിസർച്ച് എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കണ്ടൻറ്റ് എന്ത് വിഷയത്തെക്കുറിച്ചാണോ ഒരു ഗവേഷകൻ അല്ലെങ്കിൽ റിസർച്ചിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കണ്ടൻറ്റ് പൂർണ്ണമായിട്ടും ഈ റിസർച്ചിൽ ടെസ്റ്റിൽ മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നതാണത് കണ്ടൻറ്റ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയാം. ഇപ്പോൾ എന്താണ്, ഫോർ എക്സാമ്പിൾ ഒരു എക്സാം നടക്കുകയാണ്. ഓക്കെ, ഒരു 10ാം ക്ലാസ്സിലെ എക്സാം നടക്കുകയാണ്. 10ാം ക്ലാസ് 10th എക്സാം നടക്കുകയാണ്. അതിൽ ഒരു സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി എക്സാം നടക്കുകയാണ് 10ാം ക്ലാസ്സിൽ. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഹിസ്റ്ററിയുടെ ഒരു കുട്ടിയുടെ ഹിസ്റ്ററിയിലുള്ള നോളജ് അല്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹിസ്റ്ററിയിൽ ടോട്ടൽ 10 യൂണിറ്റുകളുണ്ട്. ഓക്കെ, വിചാരിക്കാം 10 യൂണിറ്റുകൾ ഹിസ്റ്ററിയിലുണ്ട്. അപ്പോൾ ഈ 10 യൂണിറ്റിലെയും നോളജ് കുട്ടിക്കുണ്ടോ എന്നാണല്ലോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യാൻ, അതായത് അളക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 യൂണിറ്റ് ഉണ്ട്. 10 യൂണിറ്റിലെയും ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ കണ്ടൻറ് വാലിഡ് ആണ് എന്ന് പറയാം. അതല്ല, ഈ 10 യൂണിറ്റിൽ ഒരു യൂണിറ്റിലെ ക്വസ്റ്റ്യൻ മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൂ എങ്കിൽ ഈ കണ്ടൻറ്റ് പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടില്ലല്ലോ. അതായത് 10 പാഠങ്ങളുള്ള ഒരു പുസ്തകത്തിലെ ഒരു പാഠത്തിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എങ്കിൽ ശരിക്കും എന്താ സംഭവിച്ചത്? ബാക്കി 9 പാഠങ്ങൾ കവർ ചെയ്യാതെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കണ്ടൻറ്റ് പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടില്ല. അപ്പോൾ കണ്ടൻറ്റ് പൂർണ്ണമായും കവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യുന്ന വാലിഡിറ്റിയാണെന്ത്, കണ്ടൻറ്റ് വാലിഡിറ്റി. അപ്പോൾ ഈ 10 യൂണിറ്റിൽ 10 യൂണിറ്റും കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, കണ്ടൻറ്റ് വാലിഡ് ആണ് എന്ന് പറയാം. ഈ 10 യൂണിറ്റിൽ ഒരു യൂണിറ്റോ 2 യൂണിറ്റോ 3 യൂണിറ്റോ മാത്രമാണ് കവർ ചെയ്തതെങ്കിൽ അത് കണ്ടൻറ്റ് വാലിഡ് അല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാൻ പറ്റും. ഇത് നമ്മൾ എൻ്റെ റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഏതെല്ലാം എന്താണ്, നമ്മൾ എന്താണോ കണ്ടൻറ്റ് ഏതൊക്കെ റേഞ്ച് ഓഫ് ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സൊക്കെ ഈ ചോദ്യത്തിലുണ്ടോ എന്നതാണ് എന്ത് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കണ്ടൻറ് വാലിഡിറ്റി ശരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മുടെ ഈ വാലിഡിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് ടൂൾസ് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെഷർമെൻറ്റ് ടൂൾ ഉണ്ടാവുമല്ലോ. ചോദ്യാവലി എക്സാമ്പിൾ എന്താണ്, ക്വസ്റ്റ്യനെയർ എടുക്കാം. ക്വസ്റ്റ്യനെയർ എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനെയർ ഒരു മെഷർമെൻറ്റ് ടൂളാണ് അല്ലേ. ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് എന്ത്, ക്വസ്റ്റ്യനെയർ. അപ്പോൾ ക്വസ്റ്റ്യനെയർ ഇപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യനെയറിൽ നമുക്കൊരു 15 അല്ലെങ്കിൽ 20 ചോദ്യങ്ങളുണ്ടാവും. 20 ചോദ്യങ്ങൾ കരുതാം. അപ്പോൾ ഈ 20 ചോദ്യങ്ങൾ എന്താണോ റിസർച്ചർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഈ 20 ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താണ്, കണ്ടൻറ് വാലിഡിറ്റിയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിലേക്ക് പോവാം. രണ്ടാമത്തെ ടോപ്പിക്ക് ക്രൈറ്റീരിയൻ വാലിഡിറ്റിയാണ്. ഇപ്പോൾ കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു. എന്താണ് കണ്ടൻറ് വാലിഡിറ്റി? എന്താണോ ഗവേഷകൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കുകളെല്ലാം എന്തിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഈ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ ക്വസ്റ്റ്യനെയർ, എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളും ആ ടൂളിൽ പൂർണ്ണമായിട്ടും ഈ കണ്ടൻറ്റ് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനാണ് എന്ത് പറയാം, കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറയാം. അപ്പോൾ കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്തല്ല നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ക്രൈറ്റീരിയൻ വാലിഡിറ്റി പറയാം. ഓക്കെ, ഇതിൽ ആൻസർ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ക്രൈറ്റീരിയൻസ് മെഷർ ചെയ്യാണ്. ഇപ്പോൾ എന്താണ്, ഓരോന്നിനും എന്തുണ്ടാവും, ഓരോ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ശേഖരിച്ച് വെച്ച വിവരങ്ങൾ, ഡേറ്റ ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യവുമായിട്ടോ മറ്റൊരു സമയവുമായിട്ടോ കമ്പയർ ചെയ്തിട്ട്
വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് എന്താ പറയുക, ക്രൈറ്റീരിയം വാലിഡിറ്റി എന്ന് പറയുക. അതിൻ്റെ 2 ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അളക്കാൻ പോകുന്ന ഡാറ്റ ഒരു നിലവിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൂള് വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ 2 തരത്തിലുള്ള വാലിഡിറ്റി ഉണ്ട്. ഒന്ന് പ്രെഡിക്റ്റീവ് വാലിഡിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ക്രൈറ്റീരിയൻ വാലിഡിറ്റി അല്ലേ. ക്രൈറ്റീരിയൻ വാലിഡിറ്റി 2 തരത്തിലുണ്ട്. ഒന്ന് എന്താ പറയുക, പ്രെഡിക്റ്റീവ് വാലിഡിറ്റി അല്ലെങ്കിൽ കൺകറൻറ്റ് വാലിഡിറ്റി എന്നും പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്നും പറയാറുണ്ട്. രണ്ടും ആദ്യം ഏതും പറയാറുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ആദ്യം പറയാം. പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ടൂള് അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ ടൂള് ഫ്യൂച്ചറിലെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ. എന്താണ് ഈ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് പ്രെഡിക്റ്റ് ഫ്യൂച്ചർ പെർഫോമൻസ്. ഇവിടെ കുറച്ചും കൂടെ ഇവിടെ എഴുതാം, വൃത്തിയിൽ എഴുതാം. രണ്ടല്ലേ, ക്രൈറ്റീരിയൻ വാലിഡിറ്റി, റിലേറ്റഡ് വാലിഡിറ്റി. അതിൽ എ പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. പ്രെഡിക്റ്റീവ് വാലിഡിറ്റി പറയുന്നത് ഈ ടെസ്റ്റ് ഫ്യൂച്ചർ പെർഫോമൻസ് എന്താണ് മെഷർ ചെയ്യാൻ ഇത് കഴിയുന്നുണ്ടോ ഈ ടെസ്റ്റ് കൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രെഡിക്റ്റ് ഓക്കെ, പ്രെഡിക്റ്റ് ഫ്യൂച്ചർ പെർഫോമൻസ്. ഇത് ഈ വാലിഡിറ്റി, ഈ ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ പെർഫോമൻസ് അളക്കാൻ കഴിയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ UGC എന്ത് നെറ്റ് എക്സാം ആണെങ്കിലും PSC എക്സാം ആണെങ്കിലും ഇത് എന്തുണ്ട്, മാത്തമാറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്, അതുപോലെ റിസർച്ച് ആറ്റിറ്റ്യൂഡ്, അതുപോലെ അങ്ങനെ പല സ്കില്ലുകൾ, റീസണിങ്, മെൻ്റൽ എബിലിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ടല്ലോ എക്സാമിന്. ഇതൊക്കെ ശരിക്കും എന്താണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫ്യൂച്ചറിൽ ഈ വ്യക്തിക്ക്, ഈ ഉദ്യോഗാർത്ഥിക്ക് വർക്കുകൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ചെറിയ ചെറിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കഴിയുന്നുണ്ടോ, അതായത് ഫ്യൂച്ചറിൽ ഈ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ഈ PSC എക്സാമിലും SSC എക്സാമിലും UGC നെറ്റ് എക്സാമിലൊക്കെ ഇങ്ങനെയുള്ള ഡേറ്റാസ് ചോദിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ടല്ലോ. യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എന്താണ് ശരിക്കും മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫ്യൂച്ചറിൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ്, യൂണിവേഴ്സിറ്റിയിലെ മാർക്ക് അല്ലെങ്കിൽ GPA SGPA എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. SGPA എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു മാർക്കാണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോ ടൂളുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാവും. SGPA ഡിഗ്രിയൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലോ. അപ്പോൾ ഫ്യൂച്ചറിൽ ഡിഗ്രിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുട്ടിയാണോ അല്ലേ എന്നാണ് മെഷർ ചെയ്യുന്നത് എന്തിൽ, യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് എക്സാമിൽ. അതുപോലെ നമ്മൾ എന്താണോ ചില ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള റിസർച്ച് ടൂളുകളുണ്ട് അല്ലേ. ഫ്യൂച്ചർ റിസർച്ച് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് കുറേ ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുണ്ടാവും, ഫ്യൂച്ചറിൽ ഇവരെങ്ങനെ പെർഫോം ചെയ്യും എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ ടൂള്, അതുപോലെ ക്വസ്റ്റ്യനെയറുകളൊക്കെ ഉണ്ടായിരിക്കും. അതിലുള്ള ചോദ്യങ്ങൾ
കൃത്യമായിട്ട് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എങ്കിൽ അതെന്താണ് പ്രെഡിക്റ്റീവ് വാലിഡ് ആണ് എന്ന് പറയാം. അതായത് ഇപ്പോൾ എന്താണ് ഒരു ഇൻ്റർവ്യൂ ബോർഡ് ഒരു എന്താണ് ഒരു ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്തു മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്തു ഈ ഇൻ്റർവ്യൂ ബോർഡ് ഈ ചോദ്യങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളോടും ചോദിക്കും. അപ്പോൾ ഉദ്യോഗാർത്ഥികളോട് ചോദിക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ ശരിക്കും എന്താവണം, ഈ സ്ഥാപനത്തിൽ ക്ലർക്ക് പോസ്റ്റിൽ പ്രോപ്പറായിട്ട് വ്യക്തിക്ക് എന്താണ് ഇത് മാനേജ് ചെയ്യാനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും കഴിയുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പം ഈ ചോദ്യങ്ങളിലൂടെ ആ വ്യക്തിയുടെ ഫ്യൂച്ചർ പെർഫോമൻസ് അസസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂവിന് നമ്മൾ യൂസ് ചെയ്ത ചോദ്യങ്ങൾ എന്താണ്, പ്രെഡിക്റ്റീവ് വാലിഡ് ആണ് എന്ന് പറയാം. അപ്പോൾ അതിന് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയും. ഇനി നമുക്ക് അടുത്തത് ബി ആണ്, കൺകറൻറ്റ് വാലിഡിറ്റി. ബി കൺകറൻറ്റ് വാലിഡിറ്റി. കൺകറൻറ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റിസർച്ച് ടൂള് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ജനറലി സൊസൈറ്റിയിലുള്ള എല്ലാവരും അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു, കുട്ടികളുടെ എന്താണ് IQ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, IQ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 ചോദ്യങ്ങൾ ഉണ്ടാക്കി എന്ന് കരുതാം. ജനറലിൽ എന്തുണ്ട്, IQ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു എന്താണ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടല്ലോ, IQ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ ഇൻ്റലിജൻസ് കോഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇക്വേഷനൊക്കെ ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ ജനറലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന എന്തുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് IQ ടെസ്റ്റ് ഓൾറെഡി നിലവിലുണ്ട്. ഓക്കെ, ഞാൻ സ്വന്തമായിട്ട് എന്ത് ചെയ്തു, ഒരു IQ ടെസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. ഈ 10 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിലവിലുള്ള സ്റ്റാൻഡേർഡ് ടൂള്, അതായത് IQ മെഷർ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ടൂളുമായിട്ട് ഒത്തു നോക്കുക. എന്നിട്ട് രണ്ടും ഈക്വലായിട്ട് ഒരേ രീതിയിൽ തന്നെയാണ് മെഷർ ചെയ്യുന്നത് എങ്കിൽ എൻ്റെ ടെസ്റ്റ് എന്താണ്, കൺകറൻ്റ്ലി വാലിഡ് ആണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരാളുടെ IQ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, അതിലെനിക്ക് 10 സ്കോർ കിട്ടിയത്. ഒരു എക്സാമ്പിൾ വിചാരിക്കും 10 അല്ലെങ്കിൽ 100 സ്കോർ കിട്ടിയെന്ന് കരുതാം. ഈ സ്റ്റാൻഡേർഡ് IQ ടെസ്റ്റിലും എനിക്ക് 100 തന്നെ സ്കോർ കിട്ടിയാൽ അതിനെന്ത് മനസ്സിലാക്കാം, എൻ്റെ മെഷർമെൻറ്റ് ടൂളും സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ടൂളും ഒരേ കാര്യം തന്നെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി ഈ ചോദ്യത്തിലേക്ക് പോവാം. ഈ കൺകറൻറ്റ് വാലിഡിറ്റി ഡാഷ് വാലിഡിറ്റി ഇൻ ലാഷ് വാലിഡിറ്റി ദ criterion measures are obtained at approximately the same time as this score. അതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും ഇവിടെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൂളുമായിട്ട് നമ്മുടെ വാലിഡ് ടൂള് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൂളും സ്റ്റാൻഡേർഡ് ടൂളും ഒരേ സ്കോർ തന്നെയാണോ മെഷർ ചെയ്യുന്നത് എന്നതാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ മെഷർ ചെയ്യുന്നത് രണ്ടും ഒന്നാണെങ്കിൽ ഏത് വാലിഡിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ആൻസർ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ശരിക്കും വരുന്നത് കൺകറൻറ്റ് വാലിഡിറ്റി എന്നാണ് കേട്ടോ. കൺകറൻറ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ 2 വ്യത്യസ്ത ടെസ്റ്റ് ടൂളുകൾ യൂസ് ചെയ്യാം. ഒന്ന് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ടെസ്റ്റ് ടൂൾ ഉണ്ടല്ലോ, IQ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. IQ മാത്രമല്ല, എന്ത് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ എന്തെങ്കിലും ടെസ്റ്റ് നമ്മൾ വിചാരിക്കാം, ഞാൻ എന്ത് ചെയ്തു, SSLC എക്സാം നടക്കുകയാണ്. SSLC എക്സാമിന് ഞാൻ എന്താണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഒരു ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ എന്ത് ചെയ്തു, ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ ഒരു മോക്ക് എക്സാം SSLCൻ്റെ തൊട്ട് മുമ്പായിട്ടൊരു മോക്ക് എക്സാം കണ്ടക്ട് ചെയ്തു. അതിലും 20 ചോദ്യങ്ങളാണ്. SSLC എക്സാമിൽ 20 ചോദ്യങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കിയ 20 ചോദ്യങ്ങളിൽ കുട്ടികൾക്ക് ഒരു
20 ചോദ്യങ്ങളിൽ ഒരു 50 മാർക്ക് കിട്ടി എന്ന് കരുതാം. SSLCയിൽ സെയിം അതേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ്. അതിൽ കുട്ടികൾക്ക് 80% മാർക്ക് കിട്ടി എന്ന് കരുതാം. അപ്പോൾ എൻ്റെ അതിൽ 50%വും SSLC ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ 80% മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെസ്റ്റ് ടൂളും ഞാൻ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടെസ്റ്റ് ടൂളും ഒറിജിനൽ സ്റ്റാൻഡേർഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കൺകറൻ്റ്ലി വാലിഡ് അല്ല എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നോക്കാം, ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിലും കുട്ടിക്ക് എന്നിട്ട് 80% മാർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ 79% കരുതാം, 79% മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഒറിജിനൽ SSLC ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എക്സാം നടത്തിയപ്പോൾ ആ കുട്ടിക്ക് 80% മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൺകറൻ്റ്ലി വാലിഡ് ആണെന്ന് പറയാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുണ്ടാക്കിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂള്, ടെസ്റ്റ് ടൂള് ഏതുപോലെ ഒറിജിനൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വെച്ച് മെഷർ ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മളെ ടൂളും വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും എന്തെങ്കിലും ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ പ്രെഡിക്റ്റീവ് വാലിഡിറ്റി നമ്മൾ പറഞ്ഞു. പ്രെഡിക്റ്റീവ് വാലിഡിറ്റിയിൽ മെഷർ ചെയ്യുന്നത് എന്താണ്, ഫ്യൂച്ചറിലെ പെർഫോമൻസ് കറണ്ട് ഉള്ള സിറ്റുവേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് അല്ലേ. പക്ഷേ എന്താണ് ഈ കൺകറൻറ്റ് വാലിഡിറ്റിയിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, നിലവിലുള്ള വേറൊരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ടൂളും നമ്മുടെ ടെസ്റ്റ് ടൂളും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒരു ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. ആ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ടും വാലിഡിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിനെന്ത് പറയും, കൺകറൻറ്റ് വാലിഡിറ്റി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയിലേക്ക് നമുക്ക് പോകാം. എന്താണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി? കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റിനെയാണ് എന്താ പറയുക, കൺസ്ട്രക്റ്റ് എന്ന് പറയാം. സാധാരണഗതിയിൽ നോക്കാം, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റുകളുണ്ട്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്ക് ഒരു വിശാലമായ ആശയത്തെ ചുരുക്കി വിശദീകരിക്കുന്നതാണ് എന്താ പറയുക, കൺസെപ്റ്റ് എന്ന് പറയാം. കൺസെപ്റ്റ് കൺസ്ട്രക്റ്റ് കേട്ടോ. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു വിശാലമായ ആശയത്തെ ചുരുക്കിയൊരു വാക്കിലൊക്കെ പ്രയോഗിക്കണേനാണ് എന്താ പറയുക, കൺസെപ്റ്റ് എന്ന് പറയാം. കൺസെപ്റ്റ് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, നമുക്കിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എന്താ പറയാം, ഒരു ഇതാക്കാം, എന്താണ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ജനാധിപത്യം ഒരു കൺസെപ്റ്റാണ് അല്ലേ. ഒരു വിശാലമായ ആശയത്തെ ചുരുക്കി ഒരു വാക്കിൽ വിശദീകരിക്കല്ലേ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. അതിൽ എലക്ഷൻ ഉണ്ട്, മൗലികാവകാശങ്ങളുണ്ട്, കടമകളുണ്ട്, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊരു കൺസെപ്റ്റാണ്. അതുപോലെ വേറെ കുറേ കൺസെപ്റ്റുകളുണ്ട്, സ്വാതന്ത്ര്യം, സമത്വം, ഇതൊക്കെ കൺസെപ്റ്റുകളാണ്. ഇനി കാണാനും തൊടാനും പറ്റുന്ന കൺസെപ്റ്റുകളുണ്ട്. ആന എന്ന് പറയുന്ന 2 അക്ഷരമാണ് അല്ലേ. പക്ഷെ ആന എന്ന് പറഞ്ഞ 2 അക്ഷരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. തുമ്പിക്കൈ, വലിയ കാലുകൾ, പിന്നെ എന്താണ് ആനക്കൊമ്പ്, ഈ ആനയെ എന്താണ് ഉത്സവത്തിന് വരുന്ന ആന, കുറേ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാക്കിൽ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ വിശാലമായ ആശയത്തെ ചുരുക്കി വിശദീകരിക്കണ കൺസെപ്റ്റ് എന്ന് പറയും. 2 തരത്തിലുള്ള കൺസെപ്റ്റുകളുണ്ട്, അബ്സ്ട്രാക്റ്റ് ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്. 2 തരത്തിലുള്ള കൺസെപ്റ്റുകളുണ്ട്. അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനോ തൊടാനോ പറ്റാത്ത കൺസെപ്റ്റിനാണ് എന്താ പറയുക, അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയാം. അതിന് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് എന്ത്, ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതൊക്കെ എന്താണ്, അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റാണ്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത കൺസെപ്റ്റിനെയാണ് എന്താ പറയുക, അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഈ കോൺക്രീറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്,
കോൺക്രീറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനൊക്കെ സാധിക്കുന്ന കൺസെപ്റ്റിനെയാണ് എന്ത് പറയാം, കോൺക്രീറ്റ് കൺസെപ്റ്റ് എന്ന് പറയാം. കോൺക്രീറ്റ് കൺസെപ്റ്റിന് ഉദാഹരണം നമുക്ക് പറഞ്ഞത് ആന എന്ന് പറഞ്ഞ വാക്ക് ഒരു ചെറിയ വാക്കാണെങ്കിലും അതിൽ വിശാലമായ ആശയം വിശദീകരിക്കുന്നുണ്ട് അല്ലേ. വേറൊരു ഉദാഹരണം ഇപ്പോൾ എന്താ പറയുക, ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ശരിക്കും ലാപ്ടോപ്പ് എന്ന് പറഞ്ഞൊരു വാക്കാണ് അല്ലേ, ടോപ്പ്. ശരിക്കും ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ വാക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ, അക്ഷരങ്ങളുണ്ട്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എന്താണ് ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ പറ്റും, എഴുതാൻ പറ്റും, ഈ വീഡിയോസ് കാണാൻ പറ്റും, ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പറ്റും, അത്ര കുറേ കാര്യങ്ങൾ ഈ ലാപ്ടോപ്പിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന സാധനമായതുകൊണ്ട് കോൺക്രീറ്റ് കൺസെപ്റ്റ് ഇതിനെ പറയും. ഓക്കെ, ഇത് അപ്പോൾ കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റിനെയാണ് എന്ത് പറയാം, കൺസ്ട്രക്റ്റ് എന്ന് പറയാം. അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റിനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ കുറച്ച് എന്തുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധനം പറയാം. അതായത് നമുക്ക് കാണാനോ തൊടാനോ കഴിയാത്ത ആശയങ്ങളെയാണ് എന്താ പറയുക, അബ്സ്ട്രാക്റ്റ് കൺസ്ട്രക്റ്റ് എന്ന് പറയാം, കൺസെപ്റ്റ് എന്ന് പറയാം. അവിടെ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ഐഡിയ അല്ലെങ്കിൽ തിയറി എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ആൻ അബ്സ്ട്രാക്റ്റ് ഐഡിയ. ഓക്കെ, ഒരു കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ഐഡിയ അല്ലെങ്കിൽ തിയറിയാണ്. അപ്പോൾ നമ്മൾ ഗവേഷണത്തിലും റിസർച്ചിലും എന്ത് തിയറിയാണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എങ്കിൽ അതെന്താണ്, അത് കൺസ്ട്രക്റ്റ് വാലിഡ് ആണ്. ഉദാഹരണം പറയാം, ഞാൻ എന്ത് ചെയ്യാണ്, ഇൻ്റലിജൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ഉണ്ടാക്കി. മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി എന്ന് എഴുതാം. ക്വസ്റ്റ്യനെയർ അതിലൊരു 20 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് ഞാൻ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഇൻ്റലിജൻസാണ്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ് അല്ലെങ്കിൽ കൺസെപ്റ്റാണ്. ഈ ഇൻ്റലിജൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി. പക്ഷേ അതിലുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ബേസ്ഡ് ആണ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഏതാണ്, നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലികളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയും നിങ്ങൾ ചെയ്യുന്ന ജോലിയും സെയിം ആണോ, നിങ്ങളുടെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണോ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ശരിക്കും ഞാൻ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇൻ്റലിജൻസ് ആണ്. പക്ഷേ അതിലുള്ള ചോദ്യങ്ങളൊക്കെ എന്തിനെ ബേസ്ഡ് ആണ്, ജോബ് സാറ്റിസ്ഫാക്ഷനെ ബേസ്ഡ് ആണ്. അപ്പോൾ എന്ത് തിയറിയെക്കുറിച്ചാണോ, എന്ത് കൺസെപ്റ്റിനെ കുറിച്ചാണോ, എന്ത് കൺസ്ട്രക്റ്റിനെ കുറിച്ചാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ മെഷർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്താ പറയുക, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയാം. കൺസ്ട്രക്റ്റ് വാലിഡ് ആണെങ്കിൽ എന്തേ കാര്യം, നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും അതിൽ വരിക. ഇപ്പോൾ നമ്മൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യനെയറിൽ എന്തേ വരുള്ളൂ, ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ വരുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറയും, കൺസ്ട്രക്റ്റ് വാലിഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത എന്തായിരുന്നു, ഫേസ് വാലിഡിറ്റി. അടുത്ത ഫേസ് വാലിഡിറ്റിയാണ്. ഫേസ് വാലിഡിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് 4 ഫേസ് വാലിഡിറ്റി. നമുക്കൊരു ക്വസ്റ്റ്യന് തന്നെ നമ്മൾ ഒരുപാട് സമയം വെക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇത് എങ്ങനെ ആയാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്, റിസർച്ചിൽ വരുന്നൊരു ഭാഗമാണ്. പേപ്പർ 1 വരും, പേപ്പർ 2 വരും. ഈ കണ്ടൻറ് വാലിഡിറ്റി ഇടക്കിടക്ക് കാണാറുണ്ട്. നമുക്ക് കൺഫ്യൂഷനുള്ള ഭാഗമാണ് വാലിഡിറ്റി എന്ന് പറഞ്ഞ ടേം. അതാണ് വീണ്ടും വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സമയമെടുക്കുന്നത്. ഇത് ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എന്താണ്
നമുക്കൊരു കാര്യം മെഷർ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണതിനാണ് എന്ത് പറയുക, ഫേസ് വാലിഡിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യണം, ഒരു മാത്തമാറ്റിക്കൽ ടെസ്റ്റ്, നമ്മൾ അതിൻ്റെ ആ ലുക്ക് തന്നെ അത് നോക്കുന്ന സമയത്ത് തന്നെ അത് എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നതാണ് എന്തിൽ വരുന്നത്, ഫേസ് വാലിഡിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഫേസ് വാലിഡിറ്റിയിൽ ഡു ഇറ്റ് ലുക്ക് റൈറ്റ്, ഡസ് ഇറ്റ് ലുക്ക് റൈറ്റ്. ആ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അത് എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലമാണ് കുട്ടികൾ, ഇപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചുള്ള കുട്ടികളുടെ അവെയർനെസ്, കുട്ടികൾക്ക് ഗുണിക്കാൻ അറിയോ എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഗുണന നിലവാരം, മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചുള്ള അവരുടെ അവെയർനെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീച്ചറാണ്, ഞാൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇതിലുള്ള ചോദ്യങ്ങൾ 5 × 2, 3 × 4, 8 × 10 ഇങ്ങനെയൊക്കെയാണ് അതിൽ ക്വസ്റ്റ്യൻ വരണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, എന്താണോ ഈ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയും. അല്ല, ഇതിന് പകരം വേറെ ചോദ്യങ്ങളാണ്. എന്താണ്, 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എത്രയാണ്, മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്, ഓക്കെ, എന്താണ് ലാപ്പിസ് ലസൂലി, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ എന്നിങ്ങനെയാണ് സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിൽ അവരുടെ സിറ്റികളിൽ യൂസ് ചെയ്തിരുന്ന കൺസ്ട്രക്ഷൻ രീതി ഏതാണ്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വരിക. അപ്പോൾ ആ ചോദ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഫേസ് വാലിഡ് അല്ല എന്ന്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ, മാത്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ഗുണിക്കുക, ഹരിക്കുക ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണമല്ലോ. അപ്പോൾ ശരിക്കും എന്താണോ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫേസ് തന്നെ അങ്ങനെ ആയിരിക്കണം. അതിനെന്ത് പറയും, ഫേസ് വാലിഡിറ്റി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാലിഡിറ്റി. ഇവിടെ കൺകറൻറ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൂൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യുന്നതിനാണ് ഇത് പറയാം കൺകറൻറ്റ് വാലിഡിറ്റി എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഓക്കെ, എന്തായിരുന്നു, ഡസ് ഇറ്റ് മാച്ച് കറണ്ട് സ്റ്റാൻഡേർഡ്. നമ്മളൊരു മെഷർമെൻറ്റ് ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മെഷർമെൻറ്റ് ടൂള് നിലവിലുള്ള സ്റ്റാൻഡേർഡ് ടൂളുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരേ വാല്യൂ ആണോ കിട്ടുന്നത് നോക്കുന്നതിനാണ് ഇത് പറയാം കൺകറൻറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ, ഇൻ ഡാഷ് വാലിഡിറ്റി ദ criterion measures are obtained at approximately the same time is the test score. നമ്മളെന്താണ് ക്രൈറ്റീരിയൻ മെഷർ എന്ത് ചെയ്യണം, സെയിം ആയിട്ട് എന്താണ് നമ്മളെ മെഷർമെൻറ്റ് ടൂളും ക്രൈറ്റീരിയനും സെയിം ആയിട്ട് തന്നെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയും, കൺകറൻറ്റ് വാലിഡിറ്റി എന്ന് പറയും. ഈ വാക്കുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് 4 തരത്തിലുള്ള കണ്ടൻറ്റ് വാലിഡിറ്റികൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കുറച്ച് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 4 എണ്ണവും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അത് ടൈപ്സ് ഓഫ് വാലിഡിറ്റി ആണിത് പറയുന്നത്. ടൈപ്സ് ഓഫ് വാലിഡിറ്റിന് വാലിഡിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് മെഷർ ചെയ്യണതിന് എന്ത് പറയും, വാലിഡ് എന്ന് പറയും. ഓക്കെ, സിമ്പിളായിട്ടൊരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ എന്താണ്,
how accurately a method measure what is what it is intended to measure. അപ്പോൾ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ ആക്യുറേറ്റ്ലി എ മെത്തേഡ് മെഷർ വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ. അതായത് എത്രത്തോളം ആക്യുറേറ്റ്ലി നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെഷർമെൻറ്റ് ടൂള് മെഷർ ചെയ്യുന്നുണ്ട് എന്ന് നോക്കുന്നതിനാണ് വാലിഡിറ്റി എന്ന് പറയാം. അപ്പോൾ അതിൽ 2 കണ്ടീഷൻ ഉണ്ടായിരിക്കും. അത് ഓക്കെ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ നമുക്ക് വാലിഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻവാലിഡ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആക്യുറേറ്റ്ലി മെഷർ ചെയ്യുകയാണെങ്കിൽ വാലിഡ് ആണ്, അല്ലെങ്കിൽ ഇൻവാലിഡ് ആണ്. അപ്പോൾ വാലിഡിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ടൈപ്സ് ഓഫ് വാലിഡിറ്റി മെഷർമെൻറ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാലിഡിറ്റി ആണെങ്കിലും റിലയബിലിറ്റി ആണെങ്കിലും റിസർച്ചിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. റിസർച്ച് ടൂളിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. അത് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെഷർ ചെയ്യാൻ എന്താണോ നമ്മൾ കൃത്യമായി മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതന്നെ മെഷർ ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കാം. അതിനാണ് എന്താ പറയുക? വാലിഡിറ്റി എന്ന് പറയാം. ഇതിന് ആക്യുറസി എന്നും പറയാം. ഓക്കെ, ആക്യുറസി. ഓക്കെ, ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിന് പറയാം. അപ്പോൾ നമ്മൾ ആക്യുറസി അല്ലെങ്കിൽ ആക്യുറേറ്റ്ലി എന്ന് പറഞ്ഞാലോ. അപ്പോൾ ഇത് 4 തരത്തിലുള്ള വാലിഡിറ്റി ഉണ്ട്. കണ്ടൻറ് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ വാലിഡിറ്റി, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി, ഫേസ് വാലിഡിറ്റി. പ്രഡിക്റ്റീവ് വാലിഡിറ്റി എന്തിൽ വരുന്നതാണ്? ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റിയിൽ വരുന്ന 2 പ്രഡിക്റ്റീവ് വാലിഡിറ്റി, കൺകറൻറ്റ് വാലിഡിറ്റി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് റിലയബിലിറ്റിയുമായി ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡാഷ് ഇൻഡെക്സ് ഈസ് ദ യൂസ്ഫുൾ ടൂൾ ഫോർ ഐഡൻറ്റിഫൈയിങ് പ്രപ്പോർഷൻ ഓഫ് റെസ്പോൺസസ് ഗിവിങ് കറക്റ്റ് റെസ്പോൺസ് ടു ആൻ ഐറ്റം. ഇത് വാലിഡിറ്റിയുമായി റിലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പക്ഷെ നമുക്കത് എന്ത് ചെയ്യാം? റിലയബിലിറ്റി കൂടി ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഡാഷ് ഇൻഡെക്സ് ഈസ് എ യൂസ്ഫുൾ ടൂൾ ഫോർ ഐഡൻറ്റിഫൈയിങ് പ്രപ്പോർഷൻ ഓഫ് റെസ്പോൺസസ് ഗിവിങ് കറണ്ട് റെസ്പോൺസ് ടു ആൻ ഐറ്റം. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഐറ്റം ഡിഫിക്കൽറ്റിയാണ്. അതായത് ഇപ്പം നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ എത്രത്തോളം ഹാർഡാണ്, എത്രത്തോളം എന്താണ്, നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി എന്ന് കരുതാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഹാർഡ്നെസ് എത്രത്തോളം ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സ് എന്നതിന് പറയും. ഓക്കെ, ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സ്. ഇവിടെ ഡിഫിക്കൽറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, ഐറ്റം ഡിഫിക്കൽറ്റി. ആൻസർ വരുന്നത് ഐറ്റം ഡിഫിക്കൽറ്റിയാണ്. ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സ് എന്ന് ഇതിനെ പറയും. ഓക്കെ, ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ പി എന്ന് പറഞ്ഞ വാക്കുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സെൻറ്റൻസിന് നമ്മൾ ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സിൻ്റെ കണക്കാക്കുന്നത്. ഇതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. പി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് people who got the item right divided by
ടോട്ടൽ നമ്പർ ഓഫ് people who took the test. അതായത് ഇവിടെ നമ്മളൊരു 100 ആൾക്കാരെ ടെസ്റ്റ് ചെയ്തു എന്ന് കരുതാം. ഇതൊരു ക്വസ്റ്റ്യനെയറാണ്. ഇത് ഞാൻ എന്താണ് തൊഴിലാളികളുടെ ജോബ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യനെയറാണ്. ഈ ക്വസ്റ്റ്യനെയറിൽ ഞാൻ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ 1. ഈ ക്വസ്റ്റ്യൻ 1 എന്താണ് ഒരാളോട് ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാം ആയിക്കോട്ടെ, ഒരു എക്സാം SSLC എക്സാം, നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. SSLC എക്സാമിൽ ശരിക്കും നമ്മൾ എന്താ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് ആ കുട്ടി പഠിച്ച കാര്യങ്ങളൊക്കെ റീകോൾ ചെയ്യാനും ഉത്തരം പറയാനൊക്കെ കഴിയുന്നുണ്ടോ എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ 1 ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 × 3 - 4 ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണെന്ത്, ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സ്. അപ്പോൾ ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സിൻ്റെ പണി എന്താണ്, നമ്മൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ എത്രത്തോളം എളുപ്പമാണ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടാണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിനൊരു ഇക്വേഷൻ പറഞ്ഞു. ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സിന് P ആണ് നമ്മൾ വാക്ക് കൊടുക്കുക. P = നമ്പർ ഓഫ് പീപ്പിൾ ഹു ഗോട്ട് ദ ഐറ്റം റൈറ്റ് and the number of people who are appearing the exam. അല്ലെങ്കിൽ അതായത് ഇപ്പോൾ 100 ആൾക്കാർ എന്ത് ചെയ്തു, എക്സാമിന് അറ്റൻഡ് ചെയ്തു. അതിൽ 80 ആൾക്കാർ ശരി ഉത്തരം പറഞ്ഞു, 20 ആൾക്കാർ എന്ത് ചെയ്തു, തെറ്റുത്തരങ്ങൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൂട്ടുക, ടോട്ടൽ ആളുകൾ ആദ്യം എഴുതാം. 80 ആൾക്കാർ ശരി ഉത്തരം പറഞ്ഞല്ലോ, 80. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 20 കിട്ടി. 80% 80 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 0 കിട്ടി. എന്ത് ചെയ്യാം, ഇപ്പോൾ 0. നമുക്ക് എത്ര കിട്ടും, നമുക്ക് 0.8 അല്ലേ, 8 കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് മെഷർ ചെയ്യാം, എത്രത്തോളം ഇത് ആക്യുറേറ്റ് ആണ് എന്ന് മെഷർ ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ എന്താണ്, ഫോർ എക്സാമ്പിൾ സാധാരണഗതിയിൽ 50-50 ഒക്കെ ആണെങ്കിൽ 0.5 കൃത്യമായിട്ട് പകുതി ആൾക്കാരെങ്കിലും, അതായത് 50% ആൾക്കാരെങ്കിലും ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, ചോദ്യപേപ്പർ നിർമ്മിക്കുന്ന സമയത്ത് ചെയ്യാം. ഐറ്റം ഡിഫിക്കൽറ്റി ശരിക്കും 50% ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇത് കണക്കാക്കുക. അപ്പോൾ നെറ്റ് എക്സാമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ചില ക്വസ്റ്റ്യന് എന്താണ് 100% ആൾക്കാർക്കും അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് ഒരു 60% ആൾക്കാർക്ക് മാത്രം അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് 30 ഉണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് 10 ഉണ്ടാവും. 10% ആൾക്കാർ മാത്രം ആൻസർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ നെറ്റ് എക്സാമിനും UGC ഏത് എക്സാമിനും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മിക്കുക. അപ്പോൾ ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സ് ആണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ. നമ്മൾ എന്താണ്, നമ്മളെ ഉണ്ടാക്കിയ ചോദ്യങ്ങൾ എത്രത്തോളം ആളുകൾക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ കഴിയുന്നുണ്ട്, അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ എത്രത്തോളമാണെന്നാണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പോൾ ചില എന്താണ്, ആദ്യം തന്നെ നമ്മളെന്താണ് ഹൈ ഇൻഡെക്സ് നോക്കുകയാണ്. ഹൈ ഇൻഡെക്സ് വാല്യൂ നമുക്ക് കിട്ടുകയെന്ന് വരുന്നത്, ഫോർ എക്സാമ്പിൾ 0.9, 0.8 ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ ഈസിയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ് ലോ ഇൻഡെക്സ്, ഇപ്പോൾ നമുക്ക് 0.15 അല്ലെങ്കിൽ 0.2 ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഹാർഡാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഹാർഡ് ക്വസ്റ്റ്യൻ. ഇനി അതേപോലെ തന്നെ ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ 0.5,
0.44 ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് മീഡിയം ലെവൽ ക്വസ്റ്റ്യനുമായിട്ട് കണക്കാക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ കിട്ടുന്ന സമയത്ത് ഇക്വേഷൻ്റെ വാല്യൂ ഒരു 0.9 10 വരികയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻ ആണെന്നും, അല്ലെങ്കിൽ അതെന്താണ് ഇനി 0.15 1.5 2 വരികയാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും എഴുതാൻ കഴിയാത്ത ഹാർഡ് ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഹൈ ഇൻഡെക്സും ലോ ഇൻഡെക്സും ഉണ്ട്. സാധാരണഗതിയിൽ റിസർച്ചർ ആവറേജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാം ഇത് മനസ്സിലാക്കുക. ഇനി ഐറ്റം റിലയബിലിറ്റി നമുക്ക് നോക്കാം. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റിലയബിലിറ്റിയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഡീപ്പായിട്ടൊന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, റിലയബിലിറ്റി ഇപ്പോൾ നമ്മൾ വാലിഡിറ്റി പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് നമുക്ക് റിലയബിലിറ്റിയും പറയാനുള്ളത്. റിലയബിലിറ്റിയും വാലിഡിറ്റിയും ശരിക്കും എന്താണ്, നമ്മൾ എന്താണോ മെഷർ ചെയ്യുന്നത് ആ മെഷർ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലയബിലിറ്റി കണക്കാക്കുന്നത്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, കൺസിസ്റ്റൻസിയാണ്. ഈക്വൽ ടു കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഓക്കെ, എന്താണോ സ്ഥിരമായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്, നമുക്കൊന്ന് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ തൂക്കം ഞാൻ നോക്കുകയാണ് ഒരു മെഷീനിൽ. ആദ്യം തൂക്കിയപ്പോൾ 50 കിലോ കാണിച്ചു, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് തൂക്കിയപ്പോൾ 80 കിലോ കാണിച്ചു, പിന്നെ അതേ മെഷീനിൽ വീണ്ടും തൂക്കിയപ്പോൾ 90 കിലോ കാണിച്ചു. അപ്പോൾ അതിന് കൺസിസ്റ്റൻസി ഇല്ലല്ലോ. ഞാൻ ആദ്യം തൂക്കിയപ്പോൾ 50, പിന്നെ 80, പിന്നെ 90. അപ്പോൾ അത് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നില്ല, അതിനൊരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പോൾ അത് എന്തല്ല, റിലയബിൾ അല്ല. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം എടുക്കുകയാണ്. ഞാൻ വേറൊരു മെഷീനിൽ തൂക്കി നോക്കി. ആദ്യം തൂക്കിയപ്പോൾ 50 കിലോ ആണ്, രണ്ടാമത് തൂക്കിയപ്പോൾ വീണ്ടും 50 കിലോ ആണ്, മൂന്നാമത് തൂക്കിയപ്പോൾ അതും 50 കിലോ ആണ്. അപ്പോൾ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട് അല്ലേ. ഈ കൺസിസ്റ്റൻസിക്കാണ് എന്ത് പറയാം, റിലയബിലിറ്റി എന്ന് പറയാം. എന്താ ഒരു ടെസ്റ്റ്, ഒരു റിസർച്ചിൽ ഒരു ടെസ്റ്റ് റിലയബിൾ ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഒന്നിലധികം പ്രാവശ്യം അളക്കുമ്പോഴും സെയിം ഉത്തരം നമുക്ക് കിട്ടണം. സെയിം ഉത്തരം ഒന്നിലധികം പ്രാവശ്യം അളക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ അതിനെന്ത് പറയും, റിലയബിലിറ്റി എന്ന് പറയും. റിലയബിലിറ്റിയുടെ മറ്റൊരു പേരാണെന്ത്, കൺസിസ്റ്റൻസി എന്ന് പറയാം. പ്രധാനമായും രണ്ട് തരത്തിലുള്ള റിലയബിലിറ്റി ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ റിലയബിലിറ്റി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ടൈം പീരീഡിലോ രണ്ട് ഗ്രൂപ്പുകളോ വെച്ചിട്ട് മെഷർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, മെഷർ ചെയ്യും. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. അതായത് ഒരു ടെസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു തൂക്കം നോക്കുന്ന മെഷീനാണ്. ആദ്യം ഞാനൊന്നുകൂടി ടെസ്റ്റ് ചെയ്തു, പിന്നെ വീണ്ടും ഒരു 10 കഴിഞ്ഞ് പിന്നെയും ടെസ്റ്റ് ചെയ്തു, പിന്നെ വേറെ 10 കഴിഞ്ഞാൽ വേറെയും ടെസ്റ്റ് ചെയ്തു. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ റിലയബിലിറ്റിയിൽ വരുന്നതാണ്. അതുപോലെ വേറെ ഗ്രൂപ്പിനെ വെച്ച് ടെസ്റ്റ് ചെയ്തു. ആദ്യം ഞാൻ എൻ്റെ തൂക്കം നോക്കി, പിന്നെ വേറെ ആളെ തൂക്കം നോക്കി, വേറെ ആളൊരു തൂക്കം നോക്കി. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പായിട്ടോ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്സ്റ്റേണൽ റിലയബിലിറ്റി എന്ന് പറയും. ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഓക്കെ, 2, 3 പറയാറുണ്ട്. അതിൽ ഒന്നാണെന്ത്, ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്. ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സെയിം പേഴ്സണെ എന്ത് ചെയ്യുക, വീണ്ടും ടെസ്റ്റ് ചെയ്യുക. വ്യത്യസ്ത ടൈം പീരീഡിൽ സെയിം പേഴ്സണെ തന്നെ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ ടെസ്റ്റ് ചെയ്യാം. സെയിം ടെസ്റ്റ് സെയിം പേഴ്സൺ
സെയിം പേഴ്സൺ ഡിഫറെൻറ്റ് ടൈം പീരീഡ്. ഒരേ ആളെ തന്നെ ഒരേ ടെസ്റ്റ് വ്യത്യസ്ത ടൈം പീരീഡിൽ ടെസ്റ്റ് ചെയ്യണതിനാണ് എന്താ പറയുക, ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ IQ ടെസ്റ്റ് ചെയ്യണം. ഒരാളുടെ IQ ഇന്ന് ടെസ്റ്റ് ചെയ്തു, അപ്പോൾ എനിക്ക് സ്കോർ കിട്ടിയത് 120ആണ്. പിന്നെ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്തു, അപ്പോൾ നമുക്ക് കിട്ടിയത് 21. അപ്പോൾ ഏകദേശമൊക്കെ എടുത്താണല്ലോ അല്ലേ. അപ്പോൾ ഈ ടെസ്റ്റ് റിലയബിൾ ആണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അതിനാണ് റിലയബിലിറ്റി എന്ന് പറയാം. രണ്ടാമതായിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, 2 ഇൻ്റർറേറ്റർ റിലയബിലിറ്റി. ഇൻ്റർറേറ്റർ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് പീപ്പിൾ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, സെയിം തിങ്ങിനെ ഡിഫറെൻ്റ് ആൾക്കാർ മെഷർ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, IQ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാത്തമാറ്റിക്കൽ സ്കില്ല് ഞാൻ ടീച്ചർ എന്ന നിലയിൽ ഞാൻ മെഷർ ചെയ്തു. ഇനി വേറൊരു ടീച്ചർ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ മെഷർ ചെയ്തു. അപ്പോൾ 2 ആൾ മെഷർ ചെയ്യുമ്പോഴും ഒരേ ഉത്തരമാണ് കിട്ടുന്നത് വെച്ചാൽ ആ രീതി ബെസ്റ്റാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്, ഡിഫറെൻറ്റ് റിസർച്ചർ ഡിഫറെൻറ്റ് റിസർച്ചർക്ക് സെയിം പേഴ്സൺ വെച്ചിട്ട് എന്താണ്, സെയിം ടെസ്റ്റ് ഡിഫറെൻറ്റ് റിസർച്ചേഴ്സ് ഈ സെയിം ടെസ്റ്റ് തന്നെ ചെയ്തു നോക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു വിഭാഗത്തെക്കുറിച്ച്, ഒരു ഗ്രൂപ്പിനെ കുറിച്ച്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാത്തമാറ്റിക്കൽ സ്കില്ല് അളക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ അളന്നു. ഇനി വേറെ ഗ്രൂപ്പിൽ വേറെ ടീച്ചർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അദ്ദേഹം അളന്നു. അപ്പോൾ രണ്ടിൻ്റെയും വാലിഡ് എന്താണ്, കൃത്യമായിട്ടുള്ള വാലിഡ് കൃത്യമാണെങ്കിൽ നമുക്കതിനെ വിശ്വസിക്കാം, ആ വാല്യൂവിനെ വിശ്വസിക്കാം. അതൊക്കെ എന്താണ്, എക്സ്റ്റേണൽ റിലയബിലിറ്റിയിൽ വരുന്നതാണ്. ഇനി ഇൻറ്റേർണൽ റിലയബിലിറ്റി ഉണ്ട്. ഇൻറ്റേർണൽ റിലയബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ റിലയബിലിറ്റി ഇവിടെ പറഞ്ഞു. ഇൻറ്റേർണൽ റിലയബിലിറ്റി ഇൻറ്റേർണൽ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചിൻ്റെ ഉള്ളിലുള്ള എന്താണ്, ഒരു റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ എന്ത് ചെയ്യാണ്, പ്രത്യേകം ഈക്വലി ടെസ്റ്റ് ചെയ്യണതിനാണ് എന്താ പറയുക, ഒരു ഒറ്റ റിസർച്ച് ടൂളായിരിക്കും, സിംഗിൾ ടൂള് എന്താണ്, അതിനെന്ത് ചെയ്യാണ്, ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് മെഷർ ചെയ്യണം. ഒരു റിസർച്ച് ടൂളിൻ്റെ, സിംഗിൾ റിസർച്ച് ടൂളിൻ്റെ ഉള്ളിലുള്ള മെഷർമെൻറ്റിനാണെന്ന് പറയാം ഇൻറ്റേർണൽ റിലയബിലിറ്റി എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ടൈപ്സ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അതിൽ ഒന്നാമത്തേതാണത് സ്പ്ലിറ്റ് ഓഫ് മെത്തേഡ്. സ്പ്ലിറ്റ് ഓഫ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനെന്ത് ചെയ്യാണ്, നമ്മളെ മെഷർമെൻറ്റ് ടൂളിനെ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറിന് എന്താണ് 2 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി. ക്വസ്റ്റ്യനെയർ എന്താണ്, ജോബ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനെയറാണ്. 20 ചോദ്യങ്ങൾ അതിലുണ്ട്. ഈ 20 ചോദ്യങ്ങളെ ഞാൻ എന്ത് ചെയ്തു, 2 ആക്കിയിട്ട് വേർതിരിച്ചു. ഈ ക്വസ്റ്റ്യനെ തന്നെ ഡിവൈഡ് ചെയ്തു, എന്താണ് 2 ഭാഗങ്ങളാക്കി. 10 ചോദ്യം 10 ചോദ്യം എന്ത് ചെയ്തു, 10 10. ഓക്കെ, അപ്പോൾ ഞാൻ 1 3 5 7 ഇങ്ങനെ ഒറ്റ സംഖ്യയുള്ള ക്വസ്റ്റ്യൻസ് ഒരു ഭാഗത്ത് ഒരു പേജിലേക്ക് എഴുതി. 2 4 6 8 10 അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു,
വേറെ പേജിലേക്ക് എഴുതി. അങ്ങനെ എന്ത് ചെയ്തു, ഈ 20 ചോദ്യങ്ങളെ ഞാൻ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഒരു പാർട്ടും രണ്ടാമത്തെ 10 ചോദ്യങ്ങൾ 2 മറ്റു പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് രണ്ടിനെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് മെഷർ ചെയ്യും. അപ്പോൾ ഒരു കുട്ടിക്ക് ഇതിൽ 50% മാർക്ക് കിട്ടി, ഇതിലും 50% മാർക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് റിലയബിൾ ആണ് എന്ന് പറയാൻ പറ്റും. അല്ല, ഇനി ആദ്യത്തെ പാർട്സിൽ എന്താണ് 20%വും രണ്ടാമത്തതിൽ ഒരു 80%മാണ് കിട്ടിയതെങ്കിൽ നമുക്ക് റിലയബിൾ അല്ല എന്ന് പറയാം. കാരണം ഇതിലുള്ള ചോദ്യങ്ങൾ അന്തരമുണ്ട്. എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചില ചോദ്യങ്ങൾ അത് ആൻസർ ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളും ചില ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങൾ തിരുത്തണം എന്നതാണ് ഈ ടൂളിലൂടെ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ടൂളുകൾ എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണത്. ഇതാണ് സാധാരണ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്ന വേറെ ടൂളുണ്ട്. അതിന് പറയുന്നത് ക്രോംബാക്സ് ആൽഫ എന്ന് പറഞ്ഞ ടൂളാണ്. ക്രോംബാക്സ് ആൽഫ. ആൽഫ. ക്രോംബാക്സ് ആൽഫ ഇത് സാധാരണഗതിയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. നമ്പറൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. സാധാരണഗതിയിൽ 2 ഓപ്ഷനൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ ചോദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, യെസ്, നോ, അല്ലെങ്കിൽ എഗ്രി, ഡിസെഗ്രി, അങ്ങനെ ചില ചോദ്യങ്ങൾക്ക് 2 ഉത്തരങ്ങൾ പറയുന്ന ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അളക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ശരിക്കും ഈ ക്രോംബാക്ക് ആൽഫ എന്ന് പറയുന്ന ടൂള്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. എന്താണ് നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് കൺസിസ്റ്റൻ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ് റിലയബിലിറ്റിയിൽ നോക്കുന്നത്. അത് ശരിയാവണമെന്നൊന്നുമില്ല, കൺസിസ്റ്റൻ്റ് ആണെന്ന് കരുതിയത് വാലിഡ് ആവണമെന്നില്ല. വാലിഡ് ആവണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ മെഷർ ചെയ്ത് കിട്ടണമെങ്കിൽ വാലിഡ് ആണ്. കൺസിസ്റ്റൻസി കാരണം റിപ്പീറ്റഡ് ആയിട്ട് സെയിം ആൻസർ കിട്ടിയാൽ മതി. എൻ്റെ തൂക്കം 70 പക്ഷേ എപ്പോൾ തൂക്കുമ്പോഴും എൻ്റെ മെഷീനിൽ 50 കിട്ടുന്നത്. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാം, റിലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. എക്സ്റ്റേണൽ റിലയബിലിറ്റി, ഇൻറ്റേർണൽ റിലയബിലിറ്റി ഉണ്ട്. എക്സ്റ്റേണൽ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പുകളോ 2 പ്രത്യേക ടെസ്റ്റുകൾ, ഒരു ടെസ്റ്റ് തന്നെ പല പ്രാവശ്യം ചെയ്തിട്ട് ഈ ടെസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ റിലയബിലിറ്റി കണക്കാക്കുന്നതെങ്കിൽ അതിന് എക്സ്റ്റേണൽ റിലയബിലിറ്റി എന്ന് പറയും. ഇൻറ്റേർണൽ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റിൻ്റെ ഉള്ളിലുള്ള പഠന രീതിയാണ്. അത് ക്വസ്റ്റ്യൻസ് നമ്മൾ 2ആയിട്ട് ഭാഗിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ രീതി അനലൈസ് ചെയ്തിട്ടൊക്കെ മെഷർ ചെയ്യുന്ന ടൂളുകളാണ്. എക്സ്റ്റേണൽ റിലയബിലിറ്റി 2 തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ റിലയബിലിറ്റി, ഇൻ്റർറേറ്റർ റിലയബിലിറ്റി. ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് പിന്നെയും ചെയ്യുക. ഇൻ്റർറേറ്റർ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത റിസർച്ചർ ഈ സെയിം ടെസ്റ്റ് ചെയ്യുക. പിന്നെ എക്സ്റ്റേണൽ റിലയബിലിറ്റി സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ മൊത്തം ചോദ്യങ്ങൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ക്രോംബാക്ക് ആൽഫ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. അത് നമ്മൾ മാത്തമാറ്റിക്സ് ചില ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് റിലയബിലിറ്റി അളക്കാണ് മെഷർ ചെയ്യുന്ന ഒരു ടൂളാണത്. അപ്പോൾ ഇതൊക്കെയാണ് റിലയബിലിറ്റി, വാലിഡിറ്റി എന്ന് പറഞ്ഞതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെ മനസ്സിലാക്കി, ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സ് എന്താണെന്ന് പറഞ്ഞു. ഇതാണ് അതിൻ്റെ ആൻസർ, ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സ്. ഓക്കെ, അല്ലെങ്കിൽ ഐറ്റം ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ മതി. ഐറ്റം ഡിഫിക്കൽറ്റി ആണത് ഇതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞത് ഐറ്റം വാലിഡിറ്റി പറഞ്ഞു. ഐറ്റം വാലിഡിറ്റി അല്ല, ഐറ്റം റിലയബിലിറ്റി പറഞ്ഞു. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം ഒരു ടെസ്റ്റ് ചെയ്താലും അതിൻ്റെ വാല്യൂ സെയിം തന്നെയാണ് കിട്ടുന്നത് വെച്ചാൽ അത് റിലയബിൾ ആണ് എന്ന് പറയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലയബിലിറ്റി മൊത്തം പറഞ്ഞത്. പിന്നെ ഐറ്റം വാലിഡിറ്റിയെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ. ഐറ്റം വാലിഡിറ്റി പറഞ്ഞാൽ വാലിഡിറ്റി തന്നെ കേട്ടോ. അത് എന്ത് വിഷയത്തെക്കുറിച്ചാണല്ലോ പഠിക്കുന്നത് അത് തന്നെയാണ് ഈ ഐറ്റം എന്ന് പറയുന്നത്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ തൊട്ട് ബാക്കിൽ പറഞ്ഞില്ലേ, എന്താണ്
എത്ര ആക്യുറേറ്റ് ആയിട്ടാണോ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സാധനം മെഷർ ചെയ്യാൻ കഴിയുന്നതിന് വാലിഡിറ്റി എന്ന് പറയും. പിന്നെ നമ്മൾ ഐറ്റം ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ വാക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ശരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഐറ്റം ഡിഫിക്കൽറ്റിയാണ്. ഐറ്റം ഡിഫിക്കൽറ്റി ആൻസർ വരുന്നത് ഐറ്റം ഡിഫിക്കൽറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കി, ഐറ്റം റിലയബിലിറ്റി എന്താ നോക്കി, പിന്നെ ആക്യുറസി വാലിഡിറ്റി എന്താ നോക്കി. ഇനി നമുക്ക് ഡിസ്ക്രിമിനേഷൻ എന്താ നോക്കാം. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിസർച്ചർക്ക് ഹൈ പെർഫോമിംഗ് ആയ സ്റ്റുഡൻറ്റിനെയും ലോ പെർഫോമിംഗ് ആയ സ്റ്റുഡൻറ്റിനെയും വേർതിരിച്ച് അറിയാൻ കഴിയുന്നുണ്ടോ ഒരു ചോദ്യത്തിലൂടെ എന്നാണ് നോക്കുന്നത്. ചില ചോദ്യങ്ങളുണ്ടായിരിക്കും. ചില ചോദ്യങ്ങളിൽ ഹൈ പെർഫോമഡ് സ്റ്റുഡൻസിനും ലോ പെർഫോമഡ് സ്റ്റുഡൻസിനും ഒരേപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ പേരെന്താണ് എന്ന് പറയാണ്. അപ്പോൾ ഹൈ പെർഫോമിംഗ് സ്റ്റുഡൻസും അത് പറയും ഗാന്ധിജിയാണ്, ലോ പെർഫോമിംഗ് സ്റ്റുഡൻസും പറയും അത് ഗാന്ധിജിയാണെന്നുള്ളത്. അപ്പോൾ അതെന്താണ്? ഡിസ്ക്രിമിനേഷൻ വരുന്നില്ല. ഡിസ്ക്രിമിനേഷൻ വരിക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെയും തീരെ പഠിക്കാത്ത കുട്ടിയെയും നമുക്കവിടെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ വരുന്നില്ല. ശരിക്കും നമ്മൾ രണ്ടാളെയും വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഐറ്റം ഡിസ്ക്രിമിനേഷൻ വേണം. അതായത് ഡിഫിക്കൽട്ടി ലെവല് കുറച്ച് കൂടുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാണ് പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പൈ ആർ സ്ക്വയറിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് നന്നായിട്ട് പഠിക്കുന്ന ബ്രൈറ്റ് ആയ സ്റ്റുഡൻറ്റിന് ഉത്തരം പറയാൻ പറ്റും. തീരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിന് നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ചോദ്യം പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ എത്ര ശതമാനമുണ്ട്? ഇപ്പോൾ 50% നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉത്തരം പറഞ്ഞു. 50% തീരെ പഠിക്കാത്ത കുട്ടികൾ ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. UGC നെറ്റ് എക്സാമിനൊക്കെ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വരാം. എല്ലാ ക്വസ്റ്റ്യനും ഒരേപോലെ ആവില്ല. ഐറ്റം ഡിസ്ക്രിമിനേഷൻ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയെയും തീരെ പഠിക്കാത്ത കുട്ടിയെയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡിഫിക്കൽറ്റി ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. അപ്പോൾ നല്ല ഡിഫിക്കൽട്ട് ആണെങ്കിൽ നന്നായി പഠിച്ച ഒരാൾക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. തീരെ പഠിക്കാത്ത ഒരാൾക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റില്ല. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐറ്റം ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായിട്ട് പഠിക്കുന്ന ഹൈ പെർഫോമിങ് സ്റ്റുഡൻറ്റിനെയും തീരെ പഠിക്കാത്ത ലോ പെർഫോമിങ് സ്റ്റുഡൻസിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്? ഐറ്റം ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൺസെപ്റ്റുകളാണ് പഠിച്ചത്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് എന്താണ്? റിലയബിലിറ്റി പഠിച്ചു, വാലിഡിറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ റിലയബിലിറ്റി പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻ ഓർഗാനിസംസ് ഒബ്സർവബിൾ ട്രൈറ്റ് ആർ റെഫേർഡ് ആസ്. ഒരു ഓർഗാനിസത്തിൻ്റെ, ഒരു ജീവിയുടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവങ്ങൾ, ട്രൈറ്റുകൾ ഉണ്ടല്ലോ, അത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഒന്ന് ജെനോ ടൈപ്പ്, ഡോമിനൻ്റ് ടൈപ്പ് ട്രൈറ്റ്, അതുപോലെ തന്നെ റിസസീവ് ട്രൈറ്റ്, ഫെനോടൈപ്പ്. അങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ആദ്യം പറയാം. ആൻസർ വരുന്നത് ഫെനോ ടൈപ്പാണ് കേട്ടോ ആൻസർ. ഒരാളുടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ട്രൈറ്റുകൾ എന്താണ്, അതിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഫെനോടൈപ്പ് എന്ന് പറയും. ഫെനോടൈപ്പ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ആൾ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ക്യാൻ ബി ആക്ച്വലി സീ ഓർ മെഷർ ഇൻ എ പേഴ്സൺ. എന്താണ്? എ കളക്ഷൻ ഓഫ് all the characteristics that you can actually
see or measure in a person. നമുക്ക് ഒരാളെ നോക്കിക്കൊണ്ട് നമുക്ക് കണ്ടുകൊണ്ട് അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ കഴിയുന്ന ട്രൈറ്റുകളെയാണ് എന്ത് പറയാം, ഫെനോ ടൈപ്പ് എന്ന് പറയാം. ഒബ്സർവബിൾ ട്രൈറ്റ്സ് എന്ന് ഇതിന് പറയും. പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഒബ്സർവബിൾ ട്രൈറ്റ്സ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ ട്രൈറ്റ്സ്, അല്ലെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഇതിലെന്തൊക്കെയാണ് വരിക? അപ്പോൾ നമുക്ക് ഹൈറ്റ്, ഐ കളറ്, പിന്നെ ഹെയർ ടെക്സ്ചർ, അതേപോലെ സ്കിൻ ടോണ്, ഇതൊക്കെ വരും. അതാണ് ഫിസിക്കൽ ഫീച്ചറിൽ വരുന്നത്. രണ്ടാമതായിട്ട് വരുന്നതാണ് ബിഹേവിയറൽ ട്രൈറ്റ്. ഇതിൽ നമ്മളെ പേഴ്സണാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ബിഹേവിയർ വെച്ചിട്ട് നമുക്ക് ഒരാളെ പെരുമാറ്റത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അയാളെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ടെമ്പറാമെൻറ്റ്, പേഴ്സണാലിറ്റി, അതൊക്കെ ഇതിൽ വരുന്നതാണ്. ടെമ്പറാമെൻറ്റ്, പിന്നെ അത് നമുക്ക് വിശദമായിട്ട് ഇനിയും ചർച്ച ചെയ്യാം. പിന്നെ 3 ഹെൽത്ത് ട്രൈറ്റ്. ഹെൽത്ത് ട്രൈറ്റ്സ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ബ്ലഡ് ടൈപ്പ്, ന്യൂട്രിനൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത്. അപ്പോൾ ഈ 4 ബിഹേവിയറൽ ട്രൈറ്റ്സും ഹെൽത്ത് ട്രൈറ്റ്സും ഫിസിക്കൽ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. അപ്പോൾ ഇതിനാണ് എന്താ പറയുക? ഫെനോ ടൈപ്പ് എന്ന് പറയാം. ഫെനോ ടൈപ്പ് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് ആൾ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് യു ക്യാൻ ആക്ച്വലി സീ ആൻഡ് മെഷർ ഇൻ എ പേഴ്സൺ. അപ്പോൾ ഇതാണ് എന്തിൽ പറയാം, നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ടെസ്റ്റുകളോട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? ഒബ്സർവ് ഇറ്റ് വിത്ത് യുവർ ഐ, അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മെഡിക്കൽ ടെസ്റ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കണ്ണ് നോക്കിയിട്ട് കണ്ണുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഈ 2 രീതിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫെനോ ടൈപ്പ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കാം. ജെനോ ടൈപ്പ്. അപ്പോൾ ആൻസർ എന്താണ്? ഫെനോ ടൈപ്പാണ് കേട്ടോ. ജെനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു ബ്ലൂ പ്രിൻ്റാണ്, ജനറ്റിക് കോഡിനാണ് എന്താ പറയുക? ഈ ജെനോ ടൈപ്പ് എന്ന് പറയാം. അത് ഓരോ വ്യക്തിയുടെയും ഒരാളുടെ ജനിതക ഘടനയിലുള്ള കാര്യങ്ങളെയാണ് എന്താ പറയുക? ജെനോ ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാനോ തൊടാനോ ഒബ്സർവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ജെനോ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം? അയാളുടെ DNA ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. DNA ഒരാളുടെ DNA വരുന്നതാണ് ജെനോ ടൈപ്പ് എന്ന് പറയാം. ഈ DNA പ്ലസ് എൻവയോൺമെൻ്റ് ആണത് ഫെനോ ടൈപ്പ് എന്ന് പറഞ്ഞത്. DNA പ്ലസ് എൻവയോൺമെൻറ്റ്. DNAയും എൻവയോൺമെൻറ്റും കൂടിയതാണത് ഫെനോ ടൈപ്പ്. ഓക്കെ, ഫെനോ ടൈപ്പ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, സ്വഭാവം, ഇതൊക്കെ ശരിക്കും നമ്മൾ എൻവയോൺമെൻറ്റിൽ നിന്നും DNA എന്ന് കൂടി വരുന്നതാണ്. ജെനോ ടൈപ്പ് പറഞ്ഞാൽ DNA മാത്രമാണ്. ഓക്കെ, പിന്നെ
അടുത്തത് ഡോമിനൻ്റ് ട്രൈറ്റ്. ഡോമിനൻ്റ് ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളുണ്ടാവും. അത് ചിലത് മറിഞ്ഞു കിടക്കുന്ന സ്വഭാവം ഉണ്ടാവും, ചിലത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ട്രൈറ്റുകളുണ്ടാവും. ഈ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന, ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ട്രൈറ്റുകൾക്ക് എന്ത് പറയാം, ഈ ഡോമിനൻ്റ് ട്രൈപ്പ് എന്ന് പറയും. ഉദാഹരണമായിട്ട് നമ്മൾ ഐ കളറ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഓരോ പ്രത്യേകതകൾ, ചില പ്രത്യേകത നമുക്ക് വ്യക്തമായിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അതിന് ഡോമിനൻ്റ് ട്രൈറ്റ് എന്ന് പറയും. ഇനി അടുത്ത റെസസീവ് ട്രൈറ്റ്. ഈ ഇത്തരത്തിലുള്ള ട്രൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എന്താണ്, ക്വൈറ്റ് ഓക്കെ. ഇത് സാധാരണഗതിയിൽ നമ്മളെന്താണ്, ഈ രണ്ട് പാരൻസിൽ നിന്നും ഒരേപോലെ കൺവേർട്ട് ചെയ്ത് വരുന്ന ട്രൈറ്റിനെയാണ് എന്ത് പറയുക, റെസസീവ് ട്രൈറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മദറിൽ നിന്നും ഫാദറിൽ നിന്നും ഒരേ ട്രൈറ്റ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ റെസസീവ് ട്രൈറ്റ് എന്ന് പറയും. ഇത് സാധാരണഗതിയിൽ വ്യക്തിയുടെ ഉള്ളിൽ നിലകൊള്ളുന്ന ട്രൈറ്റ് ആയിരിക്കും സാധാരണ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ട്രൈറ്റ് പാരൻസിൽ നിന്നും, ബോത്ത് പാരൻസിൽ നിന്നും അവരുടെ DNA നിന്ന് ഒരേ സമയം കൺവേർട്ട് ചെയ്ത് വരുന്ന വ്യക്തിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ട്രൈറ്റാണ് എന്താണ് റെസസീവ് ട്രൈറ്റ് എന്ന് പറയും. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് ഫെനോടൈപ്പാണ്. ഫെനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്സർവബിൾ ആയിട്ടുള്ള ട്രൈറ്റിനെയാണ് എന്താ പറയുക, ഫെനോടൈപ്പ് എന്ന് പറയാം. ഒബ്സർവബിൾ ട്രൈറ്റാണ് ഫെനോടൈപ്പ് എന്ന് പറയാം. അത് DNA പ്ലസ് എൻവയോൺമെൻ്റ് ആണെന്ന് ഫെനോടൈപ്പിൽ വരുന്നത്. അത് എന്താണ്, എ കളക്ഷൻ ഓഫ് ആൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് യു ക്യാൻ ആക്ച്വലി സീ ഓർ മെഷർ ഇൻ എ പേഴ്സൺ. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണെന്ന്. കുറച്ചധികം എക്സ്പ്ലനേഷൻ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇന്ന് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാലിഡിറ്റി, റിലയബിലിറ്റി എന്നത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ച് പേപ്പർ 1ലും ചോദിക്കും, 2ലും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഏതാണ് കേട്ടില്ല, എവിടെ എവിടെയാണ്? ഇവിടെ പി വാല്യൂ. ഓക്കെ, നമ്പർ ഓഫ് പീപ്പിൾ ഹു ഗോട്ട് ദ ഐറ്റം റൈറ്റ്. ഐറ്റം താഴെ നമ്പർ ഓഫ് പീപ്പിൾ, ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഹു ടുക്ക് ദ ടെസ്റ്റ്. ഓക്കെ, അത് ഇക്വേഷനാണ്. അതിങ്ങനെ ഇത് ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല എക്സാമിന്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.